സഹപാഠിയെ ഇടിച്ചു ബോധം കെടുത്തിയ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരൻ പിന്നീട് കത്തോലിക്ക സഭയുടെ തലവനായി മാറിയ കഥ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പിലാണ് അദ്ദേഹം തന്റെ ചെറുപ്പകാലത്തെ പറ്റി പരാമർശിക്കുന്നത്. സഹപാഠിയെ ഇടിച്ചു ബോധം കെടുത്തിയതും ഒടിച്ച സൈക്കിൾ നന്നാക്കാനുള്ള പണം നൽകാൻ സഹപാഠിയെ നിർബന്ധിച്ചതും ചെറുപ്പകാലത്തെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളായി പാപ്പ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് ആത്മകഥയിൽ മാർപ്പാപ്പ കടന്നുപോകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ഹൃദയത്തിന്റെ വാതിലാണ് ഈ പുസ്തകത്തിലൂടെ തുറന്നുകാട്ടുന്നത്. അതിലൂടെ ഓർമ്മകളും അടിസ്ഥാന വിഷയങ്ങളായ വിശ്വാസം, കുടുംബം, ദാരിദ്ര്യം, മതാന്തര സംഭാഷണങ്ങൾ, കായികലോകം, ശാസ്ത്രപുരോഗതി, ലോകസമാധാനം തുടങ്ങിയവയെ സംബന്ധിക്കുന്ന വ്യക്തമായ അഭിപ്രായങ്ങളും പുറത്തേക്ക് പ്രവഹിക്കുന്നുണ്ട്. ജോർജ് റാഫേൽ വിദേല, സൈനിക വിപ്ലവത്തിലൂടെ അർജന്റീനയിൽ അധികാരം നേടുന്നത്, ബെർലിൻ ഭിത്തിയുടെ പതനം, ലോകവ്യാപകമായ സാമ്പത്തിക മാന്ദ്യം, നാസികളുടെ യഹൂദ വംശഹത്യ, ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് സ്ഫോടനം, പോപ്പ് ബെനഡിക്ട് 14ന്റെ സ്ഥാനത്യാഗം തുടങ്ങിയവയെല്ലാം ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞിരുന്ന പാപ്പായുടെ ജീവിതത്തിലും ആഴമുള്ള അനുരണനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. 2013 മാർച്ച് 13 കത്തോലിക്ക സഭയുടെ 266 സ്വരചിഹ്നം ആ മത് പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ 1936 ഡിസംബർ 17 ബ്യൂൺസ് അയേഴ്സിലാണ് ജനിച്ചത്. തൊഴിലാളിവർഗ പ്രദേശമായ ബാരിയോ ഡി ഫ്ലോറസിലാണ് അദ്ദേഹം പഠിച്ചതും വളർന്നത്. അച്ഛൻ ഒരു റെയിൽവേ തൊഴിലാളിയും അമ്മ ഒരു സാധാരണ വീട്ടമ്മയുമായിരുന്നു. ചെറുപ്പത്തിൽ പോപ്പ് പബ്ലിക് സ്കൂളുകളിലാണ് പഠിച്ചത്. ഹൈസ്കൂളിൽ ഒരു രസതന്ത്രജ്ഞനായി സാങ്കേതിക സർട്ടിഫിക്കേഷൻ നേടിയിരുന്നു. താൻ ഒരു പുരോഹിതനാകുമെന്ന് ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. 21 വയസ്സിൽ പോപ്പിന് കടുത്ത ന്യൂമോണിയ ബാധിച്ച് ഗുരുതരാവസ്ഥയിലായി വലത് ശ്വാസകോശം ഭാഗികമായി നീക്കം ചെയ്തു. എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയോ ജീവിതത്തെയോ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല. ആദ്യമായാണ് പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പയുടെ ആത്മകഥ പുറത്തിറങ്ങുന്നത് എന്ന പ്രത്യേകതയും ഫ്രാൻസിസ് പാപ്പായുടെ ആത്മകഥക്കുണ്ടായിരുന്നു. 320 പേജുകളാണ് പുസ്തകത്തിനുള്ളത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ ഫ്രാൻസിസിന്റെ സ്പെയിനിലെ കുട്ടിക്കാലം മുതലുള്ള ജീവിതമാണ് ഹോപ്പ് എന്ന ആത്മകഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റാലിയൻ മാധ്യമപ്രവർത്തകനായ കാലോ മുസോയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ 6 വർഷത്തിലേറെ നീണ്ട സംഭാഷണങ്ങളിൽ നിന്നാണ് ആത്മകഥ പിറക്കുന്നത്. മാർപ്പാപ്പയുടെ മരണശേഷം പുസ്തകം പുറത്തിറക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ കത്തോലിക്കാസഭ പ്രത്യാശയുടെ വർഷമായി ആചരിക്കുന്ന വേളയിൽ തന്നെ ഇത് ഇറക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ വിലയിരുത്തലും ഖേദപ്രകടനങ്ങളും എല്ലാം ആത്മകഥയിലുണ്ട്. എന്നാൽ മാർപ്പാപ്പയുടെ ജീവിതത്തിലെ അധികം അറിയപ്പെടാത്ത ഏടുകൾ ഹോപ്പിലും അനാവൃതമാകുന്നില്ല. 1990 മുതൽ 92 വരെ കാലത്ത് അർജന്റീനയിലെ കോർഡോബയിൽ ചെലവിട്ട കാലവും ജർമ്മനിയിൽ ദൈവശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയിരുന്ന കാലവുമാണത്. ഈ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ 2024 ഡിസംബർ 20 പ്രസിദ്ധീകരിക്കുന്നത്. അറിയപ്പെടുന്ന എഴുത്തുകാരനും വിവർത്തകനുമായ പി. ജെ ആന്റണിയാണ് മലയാളത്തിലേക്ക് ഈ വിശിഷ്ട കൃതി മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത്. ന്യൂസ് 4 വേണ്ടി ജിൻസി കുര്യൻ.